സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ വെല്ലിശ്ശേരി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനിൻ്റെ അമേരിക്കൻ സന്ദർശനം ഇപ്പോഴും മാധ്യമങ്ങളിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. MBS അവിടെ എത്തി ഒപ്പിട്ട കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം അമേരിക്കയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫൈറ്റർ ജെറ്റായുള്ള F-35 2 സ്ക്വാഡ്രൺ എന്നാണ് വിചാരിക്കുന്നത്, ഏകദേശം 48 എണ്ണം സൗദി അറേബ്യയ്ക്ക് ലഭിക്കും എന്നുള്ള ഒരു കരാറാണ്. അതുകൂടാതെ $600 ബില്യൺ വ്യാപാരം US-ഉമായിട്ട് സൗദിക്കുണ്ടായിരുന്നത് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ആയി വർദ്ധിപ്പിച്ചു എന്നുള്ളതും കരാറിന്റെ ഭാഗമാണ്. ഇനി അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുമോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. F-35 വിമാനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി, F-35 എന്ന് പറയുന്നത് വലിയൊരു ഡിഫൻസ് പാക്റ്റാണ്. അപ്പൊ അതിന്റെ ഭാഗമായി സൽമാൻ രാജാവ് ഈ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടും എന്ന ഒരു ധാരണ ചില സർക്കിളുകളിലെങ്കിലും ശക്തിപ്പെട്ടു വരുന്നുണ്ട്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുടെ സർക്കിൾ. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് സൽമാൻ രാജാവ് അറബ് അക്കോർഡിൽ ഒപ്പിടാതിരിക്കുക എന്നുള്ളത് അവരുടെ വലിയ താല്പര്യവുമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് സൽമാൻ രാജാവ് ആദ്യം പറഞ്ഞ റെസ്പോൺസ് ഇസ്രായേല് പാലസ്റ്റീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചേക്കും അല്ലെങ്കിൽ അംഗീകരിക്കും എന്ന ഒരു ധാരണ ലഭിക്കാതെ, അംഗീകരിക്കണമെന്നില്ല, അങ്ങനെ ഒരു ധാരണ ലഭിക്കാതെ അദ്ദേഹം ഈ അബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുശേഷമാണ് ഈ F-35 സംബന്ധിച്ചുള്ള കരാറുകളൊക്കെ ഫൈനലൈസ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പൊ ഈ F-35 കരാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, F-35 എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ക്ലാസ് 1 ഫൈറ്റർ ജെറ്റുകളാണ്. അപ്പം ആ ഫൈറ്റർ ജെറ്റുകൾ ലഭിക്കുന്നതോടെ സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിന്റെ മേലെ വാർഫെയറിൽ മേൽക്കൈ ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നത്. കാരണം ഇപ്പോഴത്തെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് നടക്കുന്ന യുദ്ധങ്ങളാണ്. കരസേനയുടെ ശക്തി ഇന്ന് യുദ്ധത്തിലെ ഒരു മെഷറായിട്ട് ആരും പരിഗണിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഇറാന് 9 ലക്ഷം മുതൽ 10 ലക്ഷം വരെ പട്ടാളക്കാരുണ്ട്, പക്ഷെ അതൊരു ശക്തിയായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള എയർ പവർ എന്താണെന്നുള്ള, എയർ പവർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ, മിസൈൽസ്, ദെൻ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുള്ള സർവീലിയൻസ്, ദെൻ റഡാർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുള്ള ഫൈറ്റുകൾ, റഡാർ സിസ്റ്റങ്ങൾ ജാം ചെയ്യാനുള്ള കഴിവ്, റഡാർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും ഒരു വാർഫെയറിൽ നിങ്ങളുടെ എഡ്ജ് നിശ്ചയിക്കുന്നത്. നിങ്ങളാണോ മേൽക്കൈ, അത് മറ്റേ ആൾക്കാണോ മേൽക്കൈ. അപ്പൊ 2 സ്ക്വാഡ്രൺ F-35 ലഭിക്കുന്നതോടെ സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിന്റെ മേലെ സൈനിക മേൽക്കൈ ലഭിക്കുമോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യമായി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, F-35 എന്ന് പറയുന്നത് അമേരിക്കയുടെ വിമാനമാണ്. സ്വാഭാവികമായിട്ടും ആ വിമാനം ഉപയോഗിച്ച് അമേരിക്ക ആക്രമിക്കാൻ പറ്റില്ല. അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് എന്താണെന്ന് അവർക്കറിയാം. കാരണം അവരുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അമേരിക്കയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിച്ച് ഇസ്രായേലിനെയും ആക്രമിക്കാൻ സാധിക്കില്ല, കാരണം മറുമരുന്ന് അവരുടെയുണ്ട്. കൂടാതെ അവരുപയോഗിക്കുന്ന F-35I ആദിർ എന്ന് പറയുന്ന ഒരു വെർഷനാണ്. അതായത് അവരുടെ അടുത്തേക്ക് ഒരു വിമാനം കൊടുത്തു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഒരു വിമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് ആസച്ച് അല്ല ഉപയോഗിക്കുക, അവരത് മോഡിഫൈ ചെയ്യും. അപ്പൊ അത് മോഡിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൂടി നേടിയെടുത്തുകൊണ്ടാണ് ഈ വിമാനം വാങ്ങുമ്പോഴുള്ള കരാർ അവർ ഒപ്പിടാറ്. അപ്പൊ ഈ F-35I ആദിർ എന്ന് പറയുന്ന വിമാനത്തിൽ റഡാർ ജാമിംഗ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഈ റഡാർ ജാമിംഗ് സംവിധാനങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കുന്ന വിമാനത്തിനില്ല. കൂടാതെ നമ്മൾ ഈ കാറുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഡിഫറെന്റ് മോഡൽസ് ഉള്ള പോലെ, ബേസ് മോഡൽ, അത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ, പിന്നെ ഒരു ഫുൾ ഓപ്ഷൻ മോഡൽ എന്നൊക്കെ പറയുന്നത് പോലുള്ള മോഡലില് സൗദി അറേബ്യയ്ക്ക് ലഭിക്കുന്ന വിമാനങ്ങൾ ബേസ് മോഡലാണ്. അപ്പൊ ഇത് ധാരാളം ബില്യൺ ഡോളേഴ്സ് വരുന്ന ബിസിനസ്സാണ്. പക്ഷെ അവർക്ക് അതിന്റെ ബേസ് മോഡലേ ലഭിക്കുകയുള്ളൂ, അതിന്റെ അഡ്വാൻസ് മോഡൽ ലഭിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ നിയമത്തിൽ തന്നെ എഴുതി ചേർത്തിട്ടുള്ള ഒരു സംഗതിയുണ്ട്, ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ഫോർ ഇസ്രായേൽ ഇൻ ദ റീജിയൻ. ആ റീജിയനിൽ ഇസ്രായേലിന് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ലഭിക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റം മാത്രമേ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവൂ എന്നുള്ളത് അമേരിക്കൻ ലോയുടെ ഭാഗമാണ്, അമേരിക്കൻ നിയമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അമേരിക്ക ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നത് കൊണ്ട് അത് ഇസ്രായേലിന് കുഴപ്പമുണ്ടാക്കുകയില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ തന്നെ ബാധ്യതയാകത്തക്കുള്ള നിയമങ്ങൾ അമേരിക്കയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം വേണ്ട എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെ നെതന്യാഹുവിനോട് ഇതിനെ സംബന്ധിച്ചുള്ള കമന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നെതന്യാഹു പറഞ്ഞത് ദാറ്റ് ഇസ് നത്തിങ്, അത് അവർ തമ്മിലുള്ള ബിസിനസ്സാണ്, എനിക്കതിൽ കാര്യമില്ല. അപ്പം അതിൽ ആളുകൾ ചോദിച്ചത് ഇവര് അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടുവോ, അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടാൻ വേണ്ടി സൗദി രാജാവ് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ പാലസ്റ്റീന്റെ ഫോർമേഷനെ കുറിച്ച് ഇസ്രായേലിന് കൃത്യമായ ഒരു ധാരണ തരണം എന്നുള്ളത്. പിന്നെ നെതന്യാഹു പറഞ്ഞു അതിനെക്കുറിച്ചുള്ള ധാരണ ഞങ്ങൾ നേരത്തെ തന്നെ തന്നിട്ടുള്ളതാണ്, പാലസ്റ്റീൻ ഉണ്ടാകില്ല.
അപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവാൻ പോകുന്നില്ല. ആ ധാരണ ഞങ്ങൾ കൃത്യമായി തന്നിട്ടുള്ളതാണ്. കാരണം ഞങ്ങളുടെ അടുത്തു തന്നെ ഒരു ഡിറ്റനേറ്റഡ് ആയിട്ടുള്ള ബോംബ് വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഡിറ്റനേറ്റഡ് ആയിട്ടുള്ള ബോംബ് എന്ന് പറഞ്ഞാൽ പിന്നൂരിയ ബോംബാണ്, അത് ഏത് നിമിഷം എക്സ്പ്ലോഡ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ബോംബ് ഞങ്ങളുടെ അയൽപക്കത്ത് തന്നെ വരുന്നതിന് ഞങ്ങൾ ഏത് തരത്തിലും ചെറുക്കും, അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമോ അത് അതിന്റെ വഴിക്ക് വരട്ടെ. ഇത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഞങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് എന്നുള്ളത് ഇന്നലത്തെ ഒരു ചാനൽ 13 ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ റാഫ ക്രോസിംഗ് തുറക്കുന്നതിനെ സംബന്ധിച്ച് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കിടക്കുന്ന റാഫ ക്രോസിംഗ് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് 3 ഡെഡ് ബോഡികൾ കൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുണ്ട്. അത് തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് ഈ റാഫ ക്രോസിംഗ് ഞങ്ങൾ ഓപ്പൺ ചെയ്യും. അങ്ങനെ റാഫ ക്രോസിംഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈജിപ്തുകാർ ചിരിച്ചുകൊണ്ട് പാലസ്തീനികളെ സ്വീകരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. കാരണം ഇതുവരെ സന്തോഷത്തോടെ ഒരു പാലസ്തീനിയെ പോലും ഈജിപ്തുകാർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പൊ ഈജിപ്ത് ഇപ്പോൾ റാഫ ക്രോസിംഗ് തുറന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്ത് കണ്ടവനും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറുപടി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, റാഫ ക്രോസിംഗ് ഞങ്ങൾ തുറക്കണമെന്ന് 3 ഡെഡ് ബോഡിയോട് ഇങ്ങനെ തന്നാൽ മതി, ഗേറ്റ് പൂർണ്ണമായിട്ട് ഞങ്ങൾ തുറന്നു. അപ്പൊ ആ തുറന്നിടുന്ന സമയത്ത് അതിലേക്കൂടെ അങ്ങോട്ട് ചെല്ലുന്ന പാലസ്തീനികളുണ്ടല്ലോ, ആ പാലസ്തീനികളെ ചിരിച്ചുകൊണ്ട് ഈജിപ്തുകാരെ സ്വീകരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പാലസ്തീനികൾക്ക് പാലസ്തീനിൽ നിന്ന് പുറത്തു പോകാൻ യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടായിരിക്കുകയില്ല. അവരെ ആരും ഒന്നി വിടുകയല്ല, പക്ഷെ അവർക്ക് പാലസ്തീന് പുറത്ത് എവിടെ വേണേലും അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം, അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം സൃഷ്ടിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ കുറുക്കൻ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സിറിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഈ ചാനൽ 13 അദ്ദേഹത്തിന് ചോദ്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു സിറിയയുമായിട്ടുള്ള ബന്ധം നമുക്ക് നോർമലൈസ് ചെയ്യേണ്ടേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സിറിയൻ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളെ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത് ഗോലാൻ കുന്നുകളടക്കമുള്ള സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞത് ആ സ്ഥലങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പിടിച്ചെടുത്തതല്ല, അത് ഇസ്രായേലിന്റെ ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബന്ധമൊക്കെ സിറിയയായിട്ട് ഉണ്ടാക്കിയാൽ മതി. സിറിയയുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്, അത് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇന്നലെ ഗാസയിൽ IDF ആക്രമണം നടത്തിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. 10, 27, 28 ആളുകൾ കൊല്ലപ്പെട്ട കാര്യവും പറഞ്ഞിരുന്നു. അത് മിനിഞ്ഞാന്നാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലത്തെ ആക്രമണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മിനിഞ്ഞാന്നത്തെ ആക്രമണത്തിൽ അവർ ലക്ഷ്യം വെച്ചിരുന്നത് അവരുടെ നേവൽ ചീഫായിട്ടുള്ള ഫായ് അബ്ദു മുസ്തഫയെയും കൂടാതെ അവരുടെ ഒരു സീനിയർ കമാൻഡർ ആയിട്ടുള്ള അബു ഷമാലയുമാണ് അവർ ലക്ഷ്യം വെച്ചതെന്നും നമ്മൾ ആ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ആ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഖത്തർ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഈ 2 ആളുകൾ ഫാദി അബു മുസ്തഫ എന്ന് പറയുന്ന ഹമാസിന്റെ ഇപ്പോഴത്തെ നേവൽ ചീഫും അബു ഷമാല എന്ന് പറയുന്ന അവരുടെ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് കമാൻഡേഴ്സും അദ്ദേഹവും ഇവർ 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവരൊരു മുസ്ലിം റിലീജിയസ് സെന്ററിനെയാണ് റാഫയിൽ ആക്രമിച്ചത്. കൂടാതെ ഇവർ ഗാസ സിറ്റിയിൽ ആക്രമിച്ചത് ഒരു ക്ലബ് ഹൗസ് ആണ്. അത് UN നിയന്ത്രണത്തിലുള്ള ക്ലബ് ഹൗസ് ആണ്. ആ ക്ലബ് ഹൗസിലാണ് ഈ നേവൽ ചീഫ് കൊല്ലപ്പെട്ടത്. അബു ഷമാല എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബിൽഡിംഗിലുമാണ് കൊല്ലപ്പെട്ടത്. ഇതെല്ലാം ഈ പറയുന്ന ഹമാസ് തീവ്രവാദികളുടെ താവളമാണ്. അപ്പം IDF പറയുന്നത് ഈ ഹമാസ് അവർ ഡിസാമിങ്ങിനല്ല ഇപ്പൊ തയ്യാറെടുക്കുന്നത്, റീ ആമിങ്ങിനാണ് അവർ തയ്യാറെടുക്കുന്നത്. ഡിസാമിങ് അവരുടെ ഭാഗത്തുണ്ടാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അവർ റീ ആമിങ്, കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ ഹമാസ് എന്നാണ് ഈ IDFന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. കൂടാതെ ഈ ഹിസ്ബുള്ളയും ഇറാനും ഹമാസും ചേർന്നുള്ള ആ ഒരു ആക്സസ് വീണ്ടും റീബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് കഴിയുന്നത്ര വേഗത്തിൽ ലെബനണിൽ ബിൽഡപ്പ് ചെയ്യുകയാണെന്നും ഇറാന്റെ രീതിക്ക് ഇറാനിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെന്നും കൂടാതെ ഈ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും ബിൽഡപ്പ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഇറാന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കൊടുക്കുന്നുണ്ടെന്നും അത് ഏതൊക്കെ വഴിക്കാണ് വരുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും അവർ പരമാവധി വിജിലന്റ് ആണ്. എങ്കിൽ പോലും ഇറാന്റെ കൈകൾ ഈ ഹമാസിലേക്കും ഹെസ്ബുള്ളയിലേക്കും നീണ്ടെത്തുന്നുണ്ട് എന്നാണ് IDFന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് അവരത്തരം കാര്യങ്ങൾ യാതൊരു മയവും ചെയ്യാറില്ല. എല്ലാ ദിവസവും IDFന് നേരെ ഹമാസ് വെടിവെക്കുന്നുണ്ട്.
അതിന് കൃത്യമായ റെസ്പോൺസുകൾ 100 ഇരട്ടിയായും 1000 ഇരട്ടിയായും ഇസ്രായേൽ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ ഹമാസിന്റെ വെടികൾ അല്ലെങ്കിൽ ഹമാസിന്റെ ഷോട്ട്സ് പലതും വരുന്നത് ഡീപ്പ് ഇന്റീരിയർ സിറ്റിയിൽ നിന്നാണ്. ഒന്നുകിൽ റാഫയുടെ ഉള്ളിൽ നിന്ന്, ഡീപ്പ് ഇന്റീരിയർ സിറ്റിയിൽ നിന്ന് 2, 3, 4 മൈൽ അപ്പുറത്ത് നിന്നാണ് അവരുടെ ഷെല്ലുകൾ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയും ഡ്രോണുകൾ ഈ പറഞ്ഞ റീജിയന്റെ ഒക്കെ മേലെയുണ്ട്. അപ്പൊ ഏകദേശം റീജിയൻ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വിമാനത്തിൽ പോയിട്ട് അവർ ബോംബെയാണ് ചെയ്യുന്നത്. അപ്പൊ ഷെല്ലിങ് അത്ര കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഷെല്ല് വീഴിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനെ കഴിഞ്ഞും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിമാനത്തിൽ പോയിട്ട് ബോംബിടുക എന്നുള്ളതാണ്. അപ്പൊ ആ പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റാഫയിലും ഗാസ സിറ്റിയിലും പരമാവധി ബോംബിംഗ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോംബിംഗ് നടക്കുന്നത് റാഫയിലാണ്. പക്ഷേ IDF പറയുന്നത് ബിൽഡപ്പ് കൂടുതൽ നടക്കുന്നത് ഗാസ സിറ്റിയിലാണ്. അപ്പൊ ഗാസ സിറ്റിയിൽ പെട്ടെന്ന് ബിൽഡപ്പ് നടക്കുമ്പോൾ അത് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവര് ആക്രമണങ്ങൾ ഇപ്പം IDF നേരെയുള്ള ആക്രമണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റാഫ റീജിയനിൽ നിന്നാണ്. നമുക്കറിയാവുന്ന റാഫ എന്ന് പറയുന്നത് സൗതേൺ പാർട്ട് ഓഫ് ഗാസയാണ്. ഗാസ സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് ദി ഗാസ റീജിയൻ ആണ്. അപ്പൊ ആ സെൻട്രൽ പാർട്ടിൽ നിന്നുള്ള ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കി സൗതേൺ പാർട്ടിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് അവർ മൂർച്ച കൂട്ടുകയാണ്. കാരണം ഇസ്രായേലിന്റെ ശ്രദ്ധ അവിടെ പിടിച്ചിടുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിന് ബിൽഡപ്പ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗാസ സിറ്റിയിലാണ്. അതുപോലെ ഇപ്പോൾ കണ്ടെത്തുന്ന പുതിയ ടണലുകളും നശിപ്പിക്കപ്പെട്ട വീടുകളും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാ വീടുകളിലും ഈ പറയുന്ന ടണലിലേക്ക് കണക്ട് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് വീടുകളുടെ ഉള്ളിലൂടെ തന്നെയാണ് ഹമാസ് ടെററിസ്റ്റുകൾ ടണലുകൾക്കുള്ളിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഒരു തരത്തിലും വിമാനങ്ങൾ ഉപയോഗിച്ചോ ഡ്രോണുകൾ ഉപയോഗിച്ചോ ഇവരുടെ ടണലുകളുടെ ഓപ്പണിങ്സ് കണ്ടെത്താൻ പറ്റില്ല. ഇവരുടെ ടണലുകളുടെ ഓപ്പണിങ്സ് വന്ന് അവസാനിക്കുന്ന ഏതെങ്കിലും വീടിന്റെ അടുക്കളയിലായിരിക്കും, അതായത് സ്വീകരണ മുറിയിലായിരിക്കും. അപ്പോൾ ആ വീട്ടിലേക്ക് ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതൊരു സാധാരണ ആക്ടിവിറ്റി ആയിട്ട് ആകാശത്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിനകത്തേക്ക് കടന്നു പോകുന്ന ആളുകൾ എല്ലാം മൂടി പൊതിച്ചിട്ടാണ്. ഇതാണാണോ പെണ്ണാണോ കയറി പോകുന്നത് മനസ്സിലാകില്ല. ഈ പറഞ്ഞയുടെ ഒരു വലിയ സൗകര്യം ഉണ്ടല്ലോ. അപ്പം ഈ ഒരു സാധനം ഉപയോഗിച്ച് അകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് ടണലുകളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് IDF പറയുന്നത്. അപ്പൊ അതിനിടയിലൂടെ ഖത്തർ പറയുന്നുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എസ്കലേഷൻസ് ആണ് നടക്കുന്നത്. സീസ്ഫയർ ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തെറ്റായ പെരുമാറ്റം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഖത്തർ നിലവിളിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിന്റെ കാരണം അമേരിക്കൻ ഡ്രോൺസ് തന്നെ ഈ ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നേരിട്ട് തന്നെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം ഈ IDF റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ആക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഹമാസ് ആണ് ആദ്യം വെടിവെക്കുന്നത്. ഹമാസ് വെടിവെക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുന്നത് 100,000 ഇരട്ടിയാണ്. അത് ആ നിലയ്ക്ക് അമേരിക്ക കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പ്രൊവക്കേഷൻ ഉണ്ടാവുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ്. IDF സ്വയർ ചെയ്ത് പറയുന്നു, ആദ്യത്തെ ആക്ഷൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, വെടിനിർത്തൽ കരാർ ഞങ്ങൾ ഇതുവരെ വയലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഖത്തർ പറയുന്നത് 700 ചില്ലാൻ തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വയലേറ്റ് ചെയ്തു എന്നാണ്. കാരണം ഹമാസിന്റെ വയലേഷൻസ് അവർ കണ്ണടക്കിയാണ്. അപ്പൊ ഹമാസ് പറയുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ഖത്തർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പം ഏകദേശം പ്രധാനപ്പെട്ട ഡിസ്കഷനിലുള്ളത് എന്ന് മനസ്സിലാക്കുക.